യെസ് ഇറ്റ്സ് മീ രചന. അപ്പൊ മക്കളെ നമുക്ക് വരാൻ സാധ്യതയുള്ള പുതിയൊരു ചോദ്യവുമായിട്ടാണ് മിസ് എത്തിയിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം നോക്കിയേ. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു. അതായത് ഇവിടെ തന്നിട്ടുള്ളത് അടിവരയിട്ട പദത്തിന്റെ വിഗ്രഹാർത്ഥം അല്ലെ ബന്ധം കണ്ടെത്താനാണ്. പ്രകൃതി ഭംഗി എങ്ങനെയാണ്? പ്രകൃതിയുടെ ഭംഗി, പ്രകൃതിയും ഭംഗിയും, പ്രകൃതിയിലുള്ള ഭംഗി, പ്രകൃതിയാലുള്ള ഭംഗി. ഏതാണ് പ്രകൃതി ഭംഗി എന്ന് വെച്ചാൽ? നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയാണ് എന്ത്? പ്രകൃതി ഭംഗി. അല്ലെങ്കിൽ പ്രകൃതിയാലുള്ള ഭംഗി എന്ന് പറയോ? അല്ലെ പ്രകൃതിയാലുള്ള ഭംഗിയേക്കാൾ പ്രകൃതിയുടെ ഭംഗിയാണ് എന്ത്? പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതി ചുറ്റുമുള്ളതിന്റെ ആ ഒരു ഭംഗി. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിയ ഒരു ശൈലിയാണ്. അതായത് നമുക്ക് ശാന്തി നികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം. പാതയുടെ ഇരുപാടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ. കണ്ണെത്ത എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചില വാക്കുകൾക്ക് ആ വാക്കുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. കണ്ണെത്ത, കണ്ണവിടെ എത്താത്തത് എന്നതിനേക്കാൾ എന്താണ്? നോട്ടം ചെല്ലാത്തത്, നമുക്ക് കാണാൻ പറ്റാത്തത് എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. മനസ്സിലായോ? അല്ലാതെ കണ്ണവിടെ എത്തിയില്ല അല്ലെങ്കിൽ കണ്ണവിടേക്ക് പോയില്ല ഇങ്ങനെയൊന്നല്ല. അതായത് നമുക്ക് നോട്ടം ചെല്ലാത്തത്, നമുക്ക് എന്താണ് അല്ലെ കാണാൻ പറ്റാത്തത് എന്നതാണ് വാക്കിന്റെ അർത്ഥം. ഈ രീതിക്കായിരിക്കും നമുക്ക് എന്താണ് ശൈലിയൊക്കെ ചോദിക്കുക. അപ്പൊ കൃത്യമായിട്ട് ഓപ്ഷൻസ് നന്നായിട്ട് വായിച്ചിട്ട് ഉത്തരം എഴുതുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.